കനത്ത മഴയിൽ തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ പാതയിൽ റോഡിൽ വൻ മരം വീണ് ഗതാഗത തടസ്സം. തോട്ടപ്പുര വ്യൂ പോയിന്റിന് സമീപമാണ് സംഭവം. മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കൊണ്ടാഴിയിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോട്ടപ്പുറത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീട് ഇടിഞ്ഞു വീണു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നാശനഷ്ടങ്ങൾ? ഇപ്പോഴും അവിടെ കനത്ത മഴ തുടരുകയാണോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. വിവിധ സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ മുതൽ വലിയ ശക്തമായ മഴയാണ് വിവിധ മേഖലകളിലായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള കെടുതികളും രൂക്ഷമാവുകയാണ് ജില്ലയിൽ. ആതിരപ്പള്ളി മലക്കപ്പാത സംസ്ഥാന പാതയിൽ ഇന്ന് രാവിലെ 7:30യോടുകൂടിയാണ് തോട്ടപ്പുര വ്യൂ പോയിന്റിന് സമീപം മരം വീണ് ഗതാഗത തടസ്സമുണ്ടായിട്ടുള്ളത്. ഇപ്പോഴും പരിഹരിക്കാനായിട്ടില്ല. വനപാതയാണ്, അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന പാത കൂടിയാണ്. തമിഴ്നാട്ടിലേക്കും കോയമ്പത്തൂരിലേക്കും ഒക്കെ പോകേണ്ട ഒട്ടേറെ വാഹനങ്ങൾ ഈ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കനത്ത മഴ കൂടി പെയ്യുന്നത് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി മാറിയിട്ടുണ്ട്. എങ്കിലും വനംവകുപ്പിന്റെയും KSEBയുടെയും ഒക്കെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റി ഗതാഗത തടസ്സം നീക്കുന്നതിനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് കനത്ത മഴയെ തുടർന്ന് കൊണ്ടാഴിയിൽ കിണർ ഇടിഞ്ഞു വീണത്. കൊണ്ടാഴിയിൽ ഉഷ എന്ന് പറയുന്ന മായന്നൂർ സ്വദേശിയായിട്ടുള്ള ഉഷയുടെ കിണറാണ് ഇടിഞ്ഞു വീണത്. കിണർ ഉപയോഗശൂന്യമാണെങ്കിലും ഇന്ന് രാവിലെ കിണർ ഇടിഞ്ഞു വീണതോടുകൂടി ഉഷയുടെ വീടും അപകടാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചാലക്കുടിയിൽ അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഗുരുതരമായ മഴക്കെടുതികൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിലും മഴയിലും കോട്ടപ്പുറം കണ്ണപ്പറ മേഖലയിൽ പരമേശ്വരന്റെ വീട് ഇടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ശക്തമായ കാറ്റിലും മഴയിലും ഓട്ടുമേഞ്ഞ മൺചുമരിൽ നിർമ്മിച്ച വീട് പൂർണ്ണമായും തകർന്നു വീണത്. വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നത് പരമേശ്വരൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി, ഏതായാലും മഴക്കെടുതികൾ ജില്ലയിൽ അതിശക്തമാവുകയാണ്. ഓറഞ്ച് അലേർട്ടിന്റെ ഭാഗമായി തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലും തീരപ്രദേശ മേഖലകളിലും അടക്കം ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റേതായിട്ടുള്ള മുന്നറിയിപ്പ്. ലക്ഷ്മി.